അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് റിട്ടാലിയേറ്ററി താരിഫ് എന്ന പേരിൽ ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്ക് മുകളിൽ 10%-നും 49%-നും ഇടയിലുള്ള പുതിയ താരിഫുകൾ പ്രഖ്യാപിച്ച വാർത്ത നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. താരിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ എക്കോണമിയെ ബാധിക്കുന്നത്, എന്തിനാണ് രാജ്യത്തിൻ്റെ തലവന്മാർ താരിഫുകൾ പ്രഖ്യാപിക്കുന്നത്, കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മേലെ പ്രഖ്യാപിച്ച താരിഫുകളുടെ ഭാഗമായി അമേരിക്കൻ എക്കോണമിയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകും മുതലായ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്കാണ് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്ക് മുകളിലേക്ക് പുതിയ താരിഫുകൾ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യക്ക് മുകളിലും 26% ഒരു പുതിയ താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്? മാത്രമല്ല, ഈ പുതിയ താരിഫിൻ്റെ ഭാഗമായി ഇന്ത്യൻ എക്കോണമിക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ എന്തെല്ലാമാണ്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം 2-ാം തീയതിയാണ് ലിബറേഷൻ ഡേ എന്ന പേരിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങൾക്ക് മുകളിൽ പുതിയ താരിഫുകൾ പ്രഖ്യാപിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളെല്ലാം അമേരിക്കയെ ചൂഷണം ചെയ്യുകയാണ് എന്നും അമേരിക്കയ്ക്ക് മേലെ താരിഫുകൾ പ്രഖ്യാപിക്കുകയാണ് എന്നും കറൻസി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് വലിയ ട്രേഡ് ഡെഫിസിറ്റ് അമേരിക്കയ്ക്ക് വരുത്തി വയ്ക്കുകയാണ് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടാണ് ഇതിനെല്ലാം ഒരു തിരിച്ചടി എന്നോണം ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയ്ക്ക് മേലെ ചുമത്തുന്ന താരിഫിൻ്റെ പകുതി ഒരു തിരിച്ചടിയായി ചുമത്തിക്കൊണ്ടാണ് ഈ റിട്ടാലിയേറ്ററി താരിഫുകൾ അദ്ദേഹം പ്രഖ്യാപിക്കുന്നത്. ഉദാഹരണം നോക്കുകയാണെങ്കിൽ ചൈനയ്ക്ക് മേലെ 34%-ൻ്റെയും യൂറോപ്യൻ യൂണിയന് മേലെ 20%-ൻ്റെയും വിയറ്റ്നാമിന് മേലെ 46%-ൻ്റെയും ഇങ്ങനെ പലതരത്തിലുള്ള താരിഫുകൾ പ്രഖ്യാപിക്കുന്നത് കാണാം. അപ്പോൾ ആ രീതിയിലാണ് ഇന്ത്യക്ക് മേലെ 26%-ൻ്റെ താരിഫ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഇന്ത്യ അമേരിക്കയ്ക്ക് മുകളിൽ പല രീതിയിൽ 52%-ൻ്റെ താരിഫ് ചുമത്തുന്നുണ്ട്, അതിന് റിട്ടാലിയേഷനായിട്ടാണ് 26%-ൻ്റെ താരിഫ് ഇന്ത്യക്ക് മേലെ ചുമത്തുന്നത് എന്നാണ്. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ശരിക്കും ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ മുകളിൽ 52%-ൻ്റെ താരിഫ് ചുമത്തുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏത് രീതിയിലാണ് അമേരിക്ക ഈ താരിഫ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രാജ്യങ്ങളും അമേരിക്കയ്ക്ക് മുകളിൽ ചുമത്തുന്ന താരിഫിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഓരോ രാജ്യങ്ങളും USA-യുടെയും ഇടയിൽ നടക്കുന്ന ട്രേഡിൻ്റെ അല്ലെങ്കിൽ ട്രേഡ് വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ താരിഫുകൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യയുടെ തന്നെ ഒരു ഉദാഹരണം എടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ടോട്ടൽ ഇമ്പോർട്ട് എന്ന് പറയുന്നത് $86 ബില്യൺ എന്ന് കാണാം. അതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ബാലൻസ് നോക്കുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് ഇന്ത്യയുമായിട്ട് $46 ബില്യൺ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് എന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ട്രേഡ് ഡെഫിസിറ്റിനെ ഇന്ത്യയിൽ നിന്നുള്ള ടോട്ടൽ ഇമ്പോർട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ, അതായത് 46 ബില്യണിനെ 87 ബില്യൺ കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് 0.52 അല്ലെങ്കിൽ 52% എന്ന് കിട്ടുന്നത്. ഈ 52%-ൻ്റെ പകുതിയായിട്ടുള്ള 26% ഇന്ത്യക്ക് മേലെയുള്ള പുതിയ താരിഫായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഓരോ രാജ്യങ്ങളുടെയും കാര്യത്തിലെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ താരിഫ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന രീതി എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ ഒരിക്കലും ലോജിക്കലല്ല എന്ന് പല എക്കണോമിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിലും ട്രംപ് അദ്ദേഹത്തിൻ്റെ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ട്രംപ് വിയറ്റ്നാം പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തിൻ്റെ മുകളിൽ 46%-ൻ്റെ താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന്. വിയറ്റ്നാം ഒരിക്കലും അമേരിക്കയുടെ ഗുഡ്സിൻ്റെ മുകളിൽ 92% താരിഫ് പ്രഖ്യാപിച്ചതുകൊണ്ടല്ല, വിയറ്റ്നാമിൽ നിന്നും ധാരാളം എക്സ്പോർട്ട് അമേരിക്കയിലേക്ക് നടക്കുന്നുണ്ട്. $123 ബില്യൺ ഒരു ട്രേഡ് ഡെഫിസിറ്റാണ് വിയറ്റ്നാമിൻ്റെയും അമേരിക്കയുടെയും ഇടയിലുള്ളത് എന്ന് കാണാം. അപ്പോൾ ഈ രീതിയിലാണ് താരിഫുകൾ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് മുകളിൽ 26%-ൻ്റെ താരിഫ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഈ പുതിയ താരിഫുകൾ ഇന്ത്യക്ക് മേലെ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് ഇതിൻ്റെ ഭാഗമായി എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് ഉണ്ടാകുന്നത്? അപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് മേലെ താരിഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബേസിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്കെല്ലാം അമേരിക്കൻ മാർക്കറ്റിൽ വില വർദ്ധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടുകൾ കുറയും. ആ എക്സ്പോർട്ടുകൾ നടത്തുന്ന ബിസിനസ്സുകളെയും അതിൻ്റെ ഭാഗമായി ഇന്ത്യൻ എക്കോണമിയെയും അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ സാമ്പത്തിക മേഖലയിലെ ഏതൊക്കെ സെക്ടറുകളെയാണ് ഇത് ബാധിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് നോക്കുകയാണെങ്കിൽ അമേരിക്ക ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രേഡ് പാർട്ട്ണറാണ് എന്ന് കാണാം. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് സർപ്ലസ് ഉള്ളത് അമേരിക്കയുമായിട്ടാണ്. മാത്രമല്ല ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് USA-യിലേക്കാണ് എന്ന് കാണാം. ഇന്ത്യയിലെ ടോട്ടൽ എക്സ്പോർട്ട്സിൻ്റെ 17.73% USA-യിലേക്കാണ് നടക്കുന്നത്. ഇനി സെക്ടർ വൈസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിക് സെക്ടറിലാണ് എന്ന് കാണാം. $12.5 ബില്യൺ ഇലക്ട്രോണിക് ഗുഡ്സ് ആണ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ ഇലക്ട്രോണിക് എക്സ്പോർട്ടിൻ്റെ 31.3%-ൻ്റെയും എക്സ്പോർട്ട് നടക്കുന്നത് അമേരിക്കയിലേക്കാണ്.
അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന താരിഫ് നോക്കുകയാണെങ്കിൽ ശരാശരി 0.4% ഒരു താരിഫാണ് ഇന്ത്യൻ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്ക് അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. അത് ഒറ്റയടിക്ക് 26% വർദ്ധിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് ഈ ഒരു സെക്ടറിൽ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് പ്രഷ്യസ് സ്റ്റോൺസ് ആൻഡ് ജ്വല്ലറി ആണെന്ന് കാണാം. $9 ബില്യൺ ജെംസ് ആൻഡ് ജ്വല്ലറിയാണ് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് മുഴുവൻ എക്സ്പോർട്ട് ചെയ്യുന്ന ജെംസ് ആൻഡ് ജ്വല്ലറിയുടെ 31% അമേരിക്കയിലേക്കാണ് എന്ന് കാണാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഏകദേശം 2% താരിഫാണ് അമേരിക്കയിൽ ഈ സാധനങ്ങളുടെ മുകളിലുണ്ടായിരുന്നത്. അതും ഒറ്റയടിക്ക് 26% വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് കാണാം. അപ്പോൾ ഇതുപോലെ മീറ്റ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, സ്റ്റീൽ ആൻഡ് അലുമിനിയം, ഓട്ടോമൊബൈൽ പാർട്സ് ഇങ്ങനെയുള്ള ധാരാളം സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഈ പുതിയ താരിഫിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. പക്ഷേ നിലവിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സിനെ ഈ പുതിയ താരിഫിൽ നിന്നും ഒഴിവാക്കിയതുകൊണ്ട് ആ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ ഭാവിയിൽ അതിനെയും ഈ താരിഫുകളുടെ കീഴിൽ കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പക്ഷേ ഇപ്പോൾ പറഞ്ഞ മേഖലകളിലെല്ലാം ഈ താരിഫിൻ്റെ ഭാഗമായി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ടെങ്കിലും ചില മേഖലകളിൽ ഈ താരിഫിൻ്റെ ഭാഗമായി ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി കഴിഞ്ഞ വർഷം ഏകദേശം $3 ബില്യൺ ടെക്സ്റ്റൈൽ ഗുഡ്സാണ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്സിൻ്റെ 48% അമേരിക്കയിലേക്കാണ് എന്ന് കാണാം. അപ്പോൾ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, ചൈന, വിയറ്റ്നാം പോലെയുള്ള രാജ്യങ്ങളാണ്. ഇത്തരം രാജ്യങ്ങൾക്ക് മേലെ അമേരിക്ക ഉൾപ്പെടുത്തിയിരിക്കുന്ന താരിഫ് എന്ന് പറയുന്നത് വളരെ വലിയ താരിഫാണെന്ന് കാണാം. വിയറ്റ്നാമിൻ്റെ മേലെ 46% താരിഫ് വരുന്നു, ബംഗ്ലാദേശിൻ്റെ മേലെ 37% താരിഫ് വരുമ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ടെക്സ്റ്റൈൽ എക്സ്പോർട്സിൻ്റെ വില വലിയ രീതിയിൽ വർദ്ധിക്കുകയും എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്സിൻ്റെ വില അത്രയധികം വർദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾക്ക് അമേരിക്കയിൽ കൂടുതൽ സെയിൽസ് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ടെക്സ്റ്റൈൽ എക്സ്പോർട്സിന് വലിയൊരു ബൂസ്റ്റ് കിട്ടുകയും ചെയ്യുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ഇനി അത് മാത്രമല്ല, ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾക്ക് പ്രധാനമായിട്ടും കോമ്പറ്റീഷൻ വരുന്നത് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുമെല്ലാമാണ്. അപ്പോൾ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾക്കും അതുപോലെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾക്കും മുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പുതിയ താരിഫുകൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ താരിഫുകളാണ് എന്ന് കാണാം. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ലാവോസ്, കംബോഡിയയ്ക്ക് മേലെ 49% താരിഫാണ്. അതുപോലെ തന്നെ മ്യാൻമർ, ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾക്ക് മുകളിൽ 44% താരിഫാണ്. ഇന്തോനേഷ്യ, തായ്ലൻഡ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾക്കെല്ലാം മുകളിൽ വലിയ താരിഫുകൾ വരുന്നതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ടുകൾ കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആവുകയും അവിടെയൊക്കെ നമുക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ എല്ലാം ഭാഗമായിട്ടാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ പോലെയുള്ള സംഘടനകൾ അതുപോലെ തന്നെ പല പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളും അഭിപ്രായപ്പെടുന്നത് ഈ പുതിയ താരിഫ് മൂലം ഇന്ത്യക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഒരു മിക്സഡ് ഇമ്പാക്റ്റ് ആയിരിക്കും. പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളുമുണ്ട്, നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളുമുണ്ട്. ഇതിനെല്ലാം കൂടെ കൂട്ടിവെച്ച് കഴിയുമ്പോൾ ഇന്ത്യക്ക് മേലെ വലിയ രീതിയിലുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാവുകയില്ല എന്ന് പലരും പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നിട്ടുള്ള ചില കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ദി കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മാഗസിൻ പുറത്തുവിട്ടിട്ടുള്ള കണക്കുകളിൽ പറയുന്നത് ഈ പുതിയ താരിഫിൻ്റെയും അതുപോലെ തന്നെ റിട്ടാലിയേറ്ററി താരിഫുകളുടെയും ഒക്കെ ഭാഗമായിട്ട് ഇന്ത്യൻ GDPക്ക് മേലെ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വെറും 0.19% മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു $8 ബില്യൺ ഇമ്പാക്റ്റ് മാത്രമായിരിക്കും ഇന്ത്യൻ GDPക്ക് മേലെ ഉണ്ടാകുന്നതെന്നാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുറത്തു വന്നിട്ടുള്ള ട്രിൻ ഗോയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി പുറത്തു വിട്ടിട്ടുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ -0.2% ഇമ്പാക്റ്റ് മാത്രമായിരിക്കും ഇന്ത്യൻ GDPക്ക് മേലെ ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഇവിടെ ചേർത്ത് വായിക്കണം. അമേരിക്ക ഇത്തരത്തിലുള്ള താരിഫുകൾ മുന്നോട്ട് വെക്കുമ്പോൾ പല ലോകരാജ്യങ്ങളും സംഘടനകളും എല്ലാം റിട്ടാലിയേറ്ററി താരിഫുകളുമായിട്ട് തിരിച്ചടിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള റിട്ടാലിയേഷൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫെബ്രുവരിയിൽ അമേരിക്ക സന്ദർശിച്ചപ്പോൾ പല തരത്തിലുള്ള ട്രേഡ് ടോക്സിനും തുടക്കമിട്ടുവെന്നും ഒരു ട്രേഡ് ഡീലിലേക്ക് എത്രയും പെട്ടെന്ന് ഈ രണ്ട് രാജ്യങ്ങളും എത്തിച്ചേരുന്നതിനുള്ള ഒരു ഏകദേശ ധാരണയുമായിട്ടുണ്ട് എന്ന് പറയുന്നു. മാത്രമല്ല, അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ഏകദേശം $23 ബില്യൺ ഇമ്പോർട്ടുകൾക്ക് മുകളിലുള്ള താരിഫുകൾ എടുത്തു കളയുന്നതിനുള്ള തീരുമാനവും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വരാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈ പുതിയ താരിഫുകളുടെ ഭാഗമായി ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്ക് മുകളിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകൾ വളരെ ചെറുതായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത് ഗ്ലോബൽ എക്കോണമിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ഒരു താരിഫിൻ്റെ ഭാഗമായി ഗ്ലോബൽ എക്കോണമിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളുടെ ഒരു പ്രതിഫലനവും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. സോ ആഗോള സാമ്പത്തിക മേഖലയിൽ ഈ താരിഫിൻ്റെ ഭാഗമായി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ USA എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്യൂമറും അതിൻ്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടറുമാണ്. 2023 കണക്കുകൾ നോക്കുകയാണെങ്കിൽ $3.17 ട്രില്യൺ ഗുഡ്സാണ് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.
അപ്പോൾ ഇത്തരത്തിൽ അമേരിക്ക പുതിയ താരിഫുകൾ പ്രഖ്യാപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബേസിക് ആയിട്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങളുടെയും വില ഉയരും. അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അമേരിക്കയിൽ ഒരു ഇൻഫ്ലേഷൻ ഉണ്ടാവും. മാത്രമല്ല റിസഷൻ പോലെയുള്ള സാഹചര്യങ്ങളിലേക്ക് അമേരിക്ക പോകാനുമുള്ള സാധ്യതയുണ്ട്. അതിൻ്റേതായിട്ടുള്ള പല വാർത്തകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സാഹചര്യം നിലവിൽ വരുമ്പോൾ അത് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ്സുകളെയും ഈ ബിസിനസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളെയും നെഗറ്റീവായിട്ട് ബാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഗ്ലോബൽ GDPയിൽ ഒരു സ്ലോ ഡൗൺ ഉണ്ടാവും. മാത്രമല്ല ഗ്ലോബൽ എക്കോണമിയിലും ഒരു സ്ലോ ഡൗൺ ഉണ്ടാവും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ദി കോൺവെർസേഷൻ മാഗസിൻ്റെ കണക്കുകളിൽ പറയുന്നത് ഗ്ലോബൽ GDPയിൽ 0.43% ഇടിവ് ഉണ്ടാവുമെന്നാണ്, അല്ലെങ്കിൽ $500 ബില്യൺ ഇടിവ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് GDPയുടെ കാര്യത്തിൽ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഗ്ലോബൽ എക്കോണമിയിൽ മറ്റ് ചില ഇമ്പാക്റ്റുകളും ഈ താരിഫിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. പല ബിസിനസ്സുകൾക്കും അവരുടെ ഓപ്പറേഷൻ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ താരിഫുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഒറ്റയടിക്ക് അവരുടെ ഓപ്പറേഷനിൽ അവർക്ക് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അവിടെ ലേബർ കോസ്റ്റൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ താരതമ്യേന താരിഫ് കുറഞ്ഞ ലേബർ കോസ്റ്റൊക്കെ കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് ഓപ്പറേഷൻസ് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ബിസിനസ്സുകൾ ശ്രമിക്കും. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഫിലിപ്പീൻസ് 17% മാത്രമാണ് അവരുടെ താരിഫ്. അവിടെ ലേബർ കോസ്റ്റൊക്കെ കുറവാണ്. പക്ഷേ ഇങ്ങനെ എല്ലാ ബിസിനസ്സുകളും കൂടെ ഒരു രാജ്യത്തേക്ക് അവരുടെ ഓപ്പറേഷൻ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യവും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് വലിയ രീതിയിൽ വർദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാജ്യത്തിന് മേലെ നാളെ ട്രംപ് പുതിയ താരിഫ് പ്രഖ്യാപിക്കുകയില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അപ്പോൾ ഇത്തരത്തിൽ ധാരാളം അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ വലിയ രീതിയിലുള്ളൊരു ഇടിവ് വരുമെന്നും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗ്ലോബൽ എക്കണോമിക് സ്ലോ ഡൗൺ കുറച്ചുകൂടി ആഴത്തിലാവുമെന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കാര്യത്തിലും ഇതേ പ്രശ്നം തന്നെയാണ് ആളുകൾ മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ലോകത്തുള്ള ഇൻവെസ്റ്റേഴ്സ് എല്ലാം പാനിക്കാവുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. ഏത് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആളുകൾക്ക് അറിയത്തില്ല. കാരണം ഓരോ ദിവസവും പല സെക്ടറുകളുടെയും മുകളിൽ പല രീതിയിലുള്ള താരിഫ് ചുമത്തപ്പെടുകയാണ്. ഇപ്പോൾ അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഓട്ടോമൊബൈലുകൾക്കെല്ലാം മുകളിൽ 25% താരിഫ് ഏർപ്പെടുത്തുന്നു. അതുപോലെ തന്നെ അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന സ്റ്റീൽ ആൻഡ് അലൂമിനിയത്തിൻ്റെ മുകളിൽ 25% താരിഫ് ഏർപ്പെടുത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഏത് സെക്ടറിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു പാനിക്ക് വരുന്നു. അതുപോലെ തന്നെ ഏത് രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നും ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുകയാണ്. കാരണം ഓരോ രാജ്യങ്ങൾക്ക് മുകളിൽ ഓരോ ദിവസവും പുതിയ താരിഫുകൾ പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇൻവെസ്റ്റേഴ്സ് പാനിക്കാവുകയും ലോകത്തുള്ള എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളിലും ചെറുതും വലുതുമായിട്ടുള്ള തകർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് തന്നെ നോക്കുകയാണെങ്കിൽ S&P 500 എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡെക്സിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം $5 ട്രില്യൺ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഇന്ത്യയിലേക്ക് നോക്കിയാലോ, നമ്മുടെ സെൻസെക്സിലും നിഫ്റ്റിയിലും എല്ലാം 1.22%-ൻ്റെയും 1.49%-ൻ്റെയും ഒക്കെ ഇടിവ് വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ എക്കോണമി ഗ്ലോബൽ എക്കോണമിയുടെ ഒരു ഭാഗമായതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലും നമുക്ക് ഇമ്പാക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. സോ ഈ പുതിയ താരിഫുകൾ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തിന് മേലെ 26% ഒരു പുതിയ താരിഫ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്, അതിൻ്റെ ഭാഗമായി എന്തൊക്കെ ഇമ്പാക്റ്റാണ് നമ്മുടെ രാജ്യത്തുണ്ടാവുക, ഗ്ലോബൽ എക്കോണമിയിൽ ഈ താരിഫിൻ്റെ ഭാഗമായി എന്തൊക്കെ ഇമ്പാക്റ്റുകളാണ് കാണാൻ സാധിക്കുക, ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിൻറ്റുകളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നത് വരേക്കും നന്ദി.